ഹലോ, എൻ്റെ പേര് നിയാസ്. ഞാൻ ആദ്യമായിട്ടാണ് വീഡിയോ ചെയ്യുന്നത്. അതിൻ്റെ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും, ഒക്കെ ക്ഷമിക്കാം. ഞാനിങ്ങനെ ഒരു വീഡിയോ ആയിട്ട് വരാനുണ്ടായ കാരണം എന്ന് പറഞ്ഞാൽ, നമ്മുടെ നാട്ടിൽ ഇപ്പം റെസ്റ്റോറൻറ്റിൻ്റെ ഒരു പീക്ക് സമയമാണല്ലോ, പ്രത്യേകിച്ച് മലബാർ ഏരിയയിൽ. അപ്പോൾ റെസ്റ്റോറൻറ്റിൻ്റെ ഞാൻ ഈ ഫീൽഡിൽ ഒരു 6 വർഷമായിട്ടുള്ള ആളാണ്. അപ്പം ഈ ഫ്രൈഡ് ചിക്കൻ, പിസ്സ, ബർഗർ അങ്ങനെ അതുപോലുള്ള സാധനങ്ങളുടെ ഷോപ്പാണ് എൻ്റെ, കോഴിക്കോട് ജില്ലയിലാണ്. അപ്പം അത് സംബന്ധമായിട്ട് ഉള്ള കാര്യങ്ങളൊക്കെ കുറേ സസൂക്ഷ്മം നോക്കുന്ന ഒരാളാണ്. ഇപ്പം നിലവിൽ ഇവിടെ നടന്നുകൊണ്ട് നിൽക്കുന്നത് ഇപ്പം പുതിയ ഷവായ, മന്തി, അൽഫാം, പിന്നെ ചിക്കൻ മജ്ബൂസ്, അങ്ങനെ കുറേ സാധനങ്ങളൊക്കെ ആയിട്ട്, മധുപൂത്തോ എന്താണ് എൻ്റെ പേര്, ഒക്കെ സാധനങ്ങളൊക്കെ ആയിട്ട് നാട് സജീവമാണ്. അപ്പോൾ ഇതിൽ നമ്മൾ ഇപ്പോൾ ഇതിൻ്റെ മെയിൻ ഒരു പ്രശ്നം എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടെന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനൊരു വീഡിയോയിൽ വരാനുണ്ടായ കാരണം. അത് ഒന്ന് ഈ മത്സര കച്ചവടമാണ്. മത്സര കച്ചവടം എന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ച് ഞാൻ കണ്ടതിൽ മലപ്പുറം ജില്ലയിൽ കുറ്റം പറയുകയൊന്നുമല്ല. ഞാൻ ഇപ്പോൾ ഒരു 10-15 ദിവസം മുമ്പ് മലപ്പുറം ജില്ലയിൽ പോയ സമയത്ത് ഞാൻ ഇപ്പോൾ ഈ ഫ്രൈഡ് ചിക്കനുമായിട്ട് ബന്ധപ്പെട്ട ആളായതുകൊണ്ട് തന്നെ ഞാൻ നോർമൽ എവിടെ പോയാലും പരമാവധി ഫുഡാണ് കഴിക്കാൻ നോക്കൽ. കാരണം എന്തെങ്കിലുമൊക്കെ വേറെ ഉള്ള ഫുഡ് കഴിച്ചാലാണ് നമുക്ക് അറിയാം എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ നമ്മളുണ്ടോ, എന്തെങ്കിലും പ്രശ്നം വരുത്തേണ്ടതുണ്ട്. അങ്ങനെ ഞാനൊരു ഷോപ്പിൽ ഒരു 6 മണിയൊക്കെ മലപ്പുറം ജില്ലയിലൊരു സ്ഥലമൊന്നും പറയുന്നില്ല, ഷോപ്പിൻ്റെ പേരും പറയുന്നില്ല, ഷോപ്പ് കയറി ഞാൻ ഫുഡ് കഴിച്ച് മെനു നോക്കിയപ്പോൾ ഞാൻ ഞെട്ടിപ്പോയി. കാരണം നമ്മൾ കൊടുക്കുന്നതിൽക്കും 30% റേറ്റ് കുറച്ച്, ഏകദേശം 500 രൂപയിൽ താഴെയുള്ള റേറ്റാണ് മെനുവിലുള്ളത് ചിക്കൻ, ഫുൾ ഫ്രൈഡ് ചിക്കന്. അപ്പം അത് ഞാൻ നോക്കിയാൽ എങ്ങനെയായാലും അതിൽ മുതലാവില്ല. നമുക്കിത് ബാക്കിയാണല്ലോ ഇതിൽ നിന്ന്, കൂലി മാത്രം ബാക്കിയാണെന്നുള്ളതല്ലല്ലോ. കൂലി മാത്രം ബാക്കിയാണെങ്കിൽ നമ്മൾ കൂലിപ്പണിക്ക് പോയാൽ പോരെ. ഇത് നമുക്ക് ഈ ഫ്രൈഡ് ചിക്കൻ്റെ ആണെങ്കിൽ അതിലുള്ള ഓവണ്, അതുപോലെ തന്നെ ഫ്രയർ, ഇതുപോലുള്ള സാധനങ്ങളൊക്കെ ഒരു 3-4-5 വർഷം, 5-6 വർഷം കഴിഞ്ഞാൽ അത് ചിലപ്പോൾ മാറ്റേണ്ടി വരും. മാറ്റുന്ന രൂപത്തിൽ, അല്ലെങ്കിൽ നല്ല മെയിൻ്റനൻസ് അതിന് വരുന്നതാണ് ഈ സാധനത്തിനൊക്കെ. ഷവായ മെഷീൻ ആണെങ്കിലും അതുപോലുള്ള, അതിനിപ്പം ചില്ലറാണെങ്കിലും ഫ്രീസറാണെങ്കിലും അതുപോലുള്ള സാധനങ്ങളൊക്കെ സമയമാകുമ്പോൾ 5-6 കൊല്ലം കഴിയുമ്പോഴത്തേനൊക്കെ ഏകദേശം പിടുത്തം വിടും. അപ്പോൾ ഇതൊക്കെ നമുക്ക് ഇതിൻ്റെ മെയിൻ്റനൻസോ അല്ലെങ്കിൽ പുതിയത് വാങ്ങാനുള്ള ക്യാഷോ, ഷോപ്പ് മെയിൻ്റനൻസ് ഉണ്ട്, വാടക ഉണ്ട്, കറണ്ട് ബില്ലുണ്ട്, പിന്നെ ഇതൊക്കെ നമുക്ക് ഇതിന്ന് കിട്ടിയിട്ട് വേണം. കൂലി മാത്രം ബാക്കിയാകുന്നുള്ളതല്ലല്ലോ എൻ്റെ ലക്ഷ്യം. അപ്പോൾ ഇതൊക്കെ കിട്ടി നമുക്ക് ഈ 10-15 ലക്ഷം ഇൻവെസ്റ്റ് ചെയ്തതിൻ്റെ ഒരു ലാഭം അങ്ങനെയും കിട്ടണം. എല്ലാം കിട്ടിയാലേ നമുക്കിതുകൊണ്ട് മുതലാവും. അപ്പോൾ അതൊക്കെ ചെയ്തിട്ട് ഇവർക്ക് ഈ 500 രൂപയിൽ താഴെയുള്ളൊരു പ്രൈസിന് എങ്ങനെ കൊടുക്കാൻ കഴിയുന്നത് ഞാൻ അങ്ങനെ ആലോചിച്ചു. അപ്പോൾ ഒരിക്കലും നടക്കൂല. അത് ഇങ്ങനെ ഒരു ബിസിനസ് ചെയ്ത് പോവുക. നമുക്ക് നോക്കുമ്പോൾ കച്ചവടം ഉണ്ട്, കുഴപ്പമില്ല എന്ന് പറഞ്ഞു എന്നുള്ളൊരു സിറ്റുവേഷന്, അല്ലെങ്കിൽ ഗൾഫിൽ കുറേ കാലം നിന്ന ആളുകളായിരിക്കും. ഗൾഫിൽ നിന്ന് വന്ന് നേരെ എന്തെങ്കിലും ഒരു പരിപാടി വിടുക. നാട്ടിൽ പൊതുവേ നടന്നുകൊണ്ടിരിക്കുന്ന അതാണ്. ഗൾഫിൽ നിന്ന് വരിക, എന്തെങ്കിലും ഒരു പരിപാടി വിടുക, ഇങ്ങനെ പിടിച്ചെന്ന് തൂങ്ങി പിടിച്ച് നിന്ന് പിടുത്തം വിടുക, പിന്നെയും ഗൾഫിൽ പോവുക. പിന്നെ കുറച്ച് കാലം കഴിയുമ്പോൾ പിന്നെയും വരിക, എന്തെങ്കിലും പരിപാടി വിടുക. അതാണ് നാട്ടിൽ പൊതുവേ നടന്നുകൊണ്ടിരിക്കുന്നത്. ഒന്നും നെഗറ്റീവ് പറയല്ല, പക്ഷേ നമ്മൾ കുറച്ചങ്ങനെ പറഞ്ഞില്ലെങ്കിൽ ശരിയാവില്ല എന്ന് വിചാരിച്ചിട്ട് പറയാം. കാരണം എന്ന് പറഞ്ഞാൽ ഇപ്പം ഷവായയിലൊക്കെ വമ്പം മനസ്സിലാണ്. 480 രൂപക്കാണ് ഫുൾ ഷവായ കൊടുക്കുന്നത്. ഫുൾ ഷവായൻ്റെ ഒപ്പരം 4 കുബൂസ്, മയോണൈസ്, കെച്ചപ്പ്, ഈ സാധനങ്ങൾ മൊത്തം വേണം. ഇത് 480 റുപ്യക്ക് 480 റുപ്യക്ക് കൊടുത്താൽ എങ്ങനെയാണ് ഇത് മുതലാവുന്നത് അറിയില്ല. ഇത് അൽഫാം ആണെങ്കിലും ഒക്കെ കൊടുക്കുന്ന ഈ റേറ്റിനാണ്. ഇതിലൊന്നും കൂലി പോലും മുതലാളിക്ക് എന്തോ കിട്ടുന്നുണ്ടോ എന്നുള്ളത് പഠിച്ചവന് മാത്രമേ അറിയൂ. ഇനി എന്താണ് ഇതിൻ്റെ സെറ്റപ്പ് എന്നുള്ളത് മനസ്സിലായില്ല. അപ്പോൾ ഇതൊക്കെ നിങ്ങളുടെ നാട്ടിലൊക്കെ ഇതുപോലെ തന്നെയാണ്. നമ്മുടെ നാട്ടിൽ ഇങ്ങനെ തന്നെ ഞാൻ കണ്ടതിൽ ഇപ്പോൾ ഏറ്റവും, ഞാൻ എന്നിട്ട് മലപ്പുറം ജില്ലയിൽ ഇനിയിപ്പോൾ ചിക്കൻ ഇവർക്ക് എന്തോ വില കുറച്ചാണ് കിട്ടുന്നതെന്ന് അറിയാൻ വേണ്ടി ഞാൻ 2 ചിക്കൻ കടയിൽ കയറി. 2 ചിക്കൻ കടയിൽ കയറി ഞാൻ വില ചോദിച്ചപ്പോൾ ഞങ്ങളുടെ നാട്ടിലുള്ളവർക്ക് അതേ വില, ഒരു സ്ഥലത്തായാലും 10 രൂപ കൂടുതലാണ്. റോ മെറ്റീരിയൽ മൊത്തം എല്ലാവർക്കും കിട്ടുന്ന ഒരേ റേറ്റിൽ. പിന്നെ പോലെ ഓയിൽ മാറ്റാണ്ട്, ഞാൻ കഴിച്ച കടയിൽ ഓയിൽ മാറ്റാത്തൊരു പ്രശ്നം എനിക്ക് തോന്നിയിട്ടുണ്ട്. എന്നാൽ പോലും ഒക്കൂല. എങ്ങനെയാണെങ്കിലും നമ്മുടെ ഒരു കച്ചവടം പിടിക്കാന്നുണ്ടെങ്കിൽ, കച്ചവടം ഒരു പുതിയതായിട്ട് വരികയാണ്, നമുക്ക് മാർക്കറ്റിൽ എൻട്രി കിട്ടണം. അതിന് നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഇപ്പോൾ സർവീസിൻ്റെ ക്വാളിറ്റി കൂട്ടി, പ്രൊഡക്റ്റ് ക്വാളിറ്റി കൂട്ടി,
കൂട്ടി, ആംബിയൻസൊക്കെ കൂട്ടി ആ രൂപത്തിലൊരു വെറൈറ്റി കൊണ്ടുവന്നിട്ട് കച്ചവടം പിടിക്കാനാണല്ലോ നോക്കുന്നത്. അല്ലാണ്ട് വില പൊട്ടിച്ച് വിറ്റ് കഴിഞ്ഞാൽ ആർക്കും ഒന്നും കിട്ടാത്ത അവസ്ഥ വരും. ഇവിടെ ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത് അതാണ്. ഇപ്പം എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇവിടെ പാലിൻ്റെ കമ്പനികളുണ്ട് കുറേ. ഏതെങ്കിലും പാലിൻ്റെ കമ്പനികൾ വില കുറച്ച് വെക്കുന്ന നമ്മൾ കണ്ടിരിക്കും? ഞാൻ കണ്ടില്ല. എല്ലാവരും ഒരേ റേറ്റാണ് ഒരുവിധം പ്രൊഡക്റ്റ്. ഇനി അതും പോട്ടെ, നമ്മുടെ നാട്ടിൽ നോർമലായിട്ടുള്ള ചായപ്പീടികളിൽ ബീഫ് ഫ്രൈ പൊറോട്ട കിട്ടുന്ന കടകളുണ്ട്. അവിടെ കയറിയാൽ എല്ലാ സ്ഥലത്തും പൊറോട്ടയ്ക്ക് ഒരേ വിലയാണ്. ഒരു 99% പറയുന്നത്, 99% സ്ഥലത്തും ബീഫ് ഫ്രൈക്ക് 130-140 ആ റേഞ്ചിൽ തന്നെയാണ് റേറ്റ്. അവിടെയൊക്കെ ബിരിയാണിക്ക് ഒരേ വില. ബിരിയാണി പോഷ് ഷോപ്പിലേക്ക് പോകുമ്പോൾ വ്യത്യാസമുണ്ട്, ഓക്കെ, അംഗീകരിക്കുന്നു. അല്ലാതെ അവർക്കിടയിലൊന്നും വില കുറച്ച് വിറ്റിട്ടുള്ളൊരു മത്സരം ഞാൻ കണ്ടില്ല. ഇത് ഈ ഫീൽഡിലാണ് വില കുറച്ച് അങ്ങോട്ട് വിൽക്കുക, കച്ചവടം ചെയ്യുക, കുറച്ച് കാലം കഴിയുമ്പോൾ കുത്തുവാളെടുക്കുക, പോവുക. ഇപ്പം നിങ്ങൾ നോക്കിയാൽ മതി, ഒരു 5 കൊല്ലമൊക്കെ പിടിച്ചു നിന്ന് ഷോപ്പുകൾ ഈ ഷവർമ ഫീൽഡിൽ വളരെ കുറവാണ്. അങ്ങനെ പിടിച്ചു നിൽക്കാൻ നല്ലോണം ശ്രമിക്കുന്നവരും ഇപ്പോൾ സ്ട്രഗിൾ ചെയ്യുക ഈ വില കാരണം. ആളുകൾക്ക് വില കുറഞ്ഞ് കിട്ടിയ ആളുകൾ വില കുറഞ്ഞ് അടുത്ത് കിട്ടിയ എവിടെയെങ്കിലും പോകും. നിങ്ങൾ വില കുറച്ച് ആളുകൾ ആദ്യം കച്ചവടം പിടിച്ച് പിന്നെ വില കൂട്ടാനുള്ള പ്ലാൻ ആണെങ്കിൽ ഒരു കാര്യമില്ല. നിങ്ങൾ വില കൂട്ടിയാൽ അന്ന് തൊട്ട് ആൾക്കാർ വരാതാവും. അല്ലെങ്കിൽ നിങ്ങൾ വില കൂട്ടിയാൽ നിങ്ങൾക്ക് വില കൂട്ടാൻ കഴിയൂല. അതിൻ്റെ മുമ്പ് തന്നെ നിങ്ങൾ കച്ചവടം കണ്ട് വേറൊരുത്ത മൂന്നാട് തുറക്കും, ഓന വിലക്കാവ് കൊടുക്കുക, പിന്നെ നിങ്ങൾ രണ്ടാളും ലോക്കായി. ആ സിസ്റ്റമൊക്കെയാണ് ഇപ്പോൾ ഇവിടെ നടന്നു പോണത്. നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു മാറ്റം വരുത്തണ്ടേ? മൊത്തത്തിൽ ഇത് മാത്രമല്ല, എല്ലാ ഫീൽഡിലും ഇങ്ങനെ തന്നെയാണ്. ഇപ്പോൾ കുറേ ആളുകൾ ചിന്തിക്കുന്നതെന്ന് പറഞ്ഞാൽ, അതായത് അധ്വാനിക്കാൻ കഴിയൂല. നമ്മുടെ നാട്ടിൽ നല്ല കഴിവുള്ള, നല്ലോണം വർക്ക് ചെയ്യാൻ കഴിവുള്ള ഒരാൾക്ക് അത്യാവശ്യം നല്ല ശമ്പളത്തിൽ ജോലി കിട്ടും. മര്യാദയ്ക്ക് ജോലിക്കാരോ ഈ ഫീൽഡിലൊന്നും കിട്ടാനില്ല മലയാളികളെ. പിന്നെ അതുപോലെ തന്നെ കുറേ ആൾക്കാർ കൂലി ബാക്കിയായാൽ മതി, വേറൊന്നും കിട്ടിയില്ലെങ്കിലും കുഴപ്പമില്ല, കൂലി ബാക്കിയായാൽ മതി എന്ന് പറഞ്ഞാൽ ഈ ഫീൽഡിലേക്കും ഇനി ചായപ്പീടി ആയാലും എന്തായാലും വരുന്നത് കൂലി ബാക്കിയായാൽ മതി. കൂലി ബാക്കിയാണാണ് കൂലിപ്പണിക്ക് പോയപ്പോൾ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? പണിയെടുക്കുക, മര്യാദയ്ക്ക് പണിയെടുത്താൽ മാത്രം മതി. മറ്റേ നമ്മൾ എന്തൊക്കെ ശ്രദ്ധിക്കണം? ഒരു ചായപ്പീടി തുടങ്ങിയാൽ പോലും വാടക കൊടുക്കണം, സ്റ്റാഫിന് പൈസ കൊടുക്കണം, സ്റ്റാഫ് വരാത്ത ദിവസം ഉണ്ടാവും. നമുക്ക് കൂലിപ്പണിയാകുമ്പോൾ നമുക്ക് എന്തെങ്കിലും മര്യാദയ്ക്ക് ലീവ് എടുത്ത് സ്വസ്ഥമായിട്ട് എന്തെങ്കിലും പരിപാടിക്ക് പോകാം. നമ്മളെ മാത്രം പരിപാടിയാണെങ്കിൽ അതുപോലും നമുക്ക് പറ്റില്ല. അതാണ് അവസ്ഥ. അപ്പം അതിനൊക്കെ എന്തെങ്കിലും സൊല്യൂഷൻ എല്ലാ നാട്ടിലും ഇതുപോലെ ആണോ? എന്താണ് അവസ്ഥ ഒക്കെ അറിയാൻ വേണ്ടിയിട്ടുള്ള ഒരു വീഡിയോ ആണ്. നിങ്ങൾക്ക് ഇതിൽ ഞാൻ ഒരുപാട് കാലമായിട്ട് ഈ ഫീൽഡിൽ ഇങ്ങനെ നോക്കി നടക്കുന്നതാണ്. എല്ലായിടത്തെ റേറ്റും കാര്യങ്ങളൊക്കെ നോക്കി പലരെ ഞാൻ വിളിച്ച് ചോദിക്കുന്നുണ്ട്, എന്താണ് നിങ്ങളുടെ അവസ്ഥ, നിങ്ങൾക്ക് ഇതിനെ കൊണ്ടെന്തോ ബാക്കിയാകുന്നുണ്ടോ? ഒന്നും ബാക്കിയാകുന്നില്ല, ചെയ്തു പോകാമെന്നാണ് പലരും പറയുന്നത്. എന്തായാലും നമ്മൾ ചെയ്യുന്ന ആ രൂപത്തിലല്ല. ഇനി ഇങ്ങനെ ചെയ്തിട്ട് നിങ്ങൾക്ക് എന്തോ ബാക്കിയാകുന്നുണ്ടോ ഒന്നും അറിയില്ല. എന്തായാലും അതൊക്കെ അറിയാൻ വേണ്ടിയിട്ടുള്ള ഒരു വീഡിയോ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യുക എന്താണെന്നുള്ളത്. ഇനി ഇതിനെക്കുറിച്ച് ഡീപ്പായിട്ടുള്ള വീഡിയോ ആണെങ്കിൽ ചെയ്യാൻ ഞാൻ റെഡിയാണ്. ഈ ഫീൽഡൊക്കെ എങ്ങനെയെങ്കിലും ഒന്ന് മാറ്റിയെടുത്ത് ആൾക്കാരെ മൈൻഡ് തന്നെ മാറേണ്ടതുണ്ട്. നമ്മൾ ഗൾഫിൽ പോകുമ്പോൾ നമ്മളെ ചിന്ത എന്ന് പറഞ്ഞാൽ നാട്ടിൽ വന്ന് എന്തെങ്കിലും പരിപാടി തുടങ്ങുക, നാട്ടിൽ വന്നിട്ട് എന്തെങ്കിലും പരിപാടി തുടങ്ങി കുത്തുപാടെടുക്കുക, നമ്മൾ ഗൾഫിൽ പോകും. ഇത് കുറേ ക്യാഷ് ആ വകുപ്പിൽ ഒരുപാട് ആളുകളുടെ പോണത്, ഒരുപാട് ആളുകളുടെ ഹോട്ടൽ തുടങ്ങി പൂട്ടി, റെസ്റ്റോറൻറ്റ് തുടങ്ങി പൂട്ടി, ചായക്കടപ്പീടി തുടങ്ങി പൂട്ടി, ഒരു ചെറിയ അല്ലാത്തുള്ള ഹോട്ടൽ തുടങ്ങി പൂട്ടി. എത്ര ആളുകൾ ഉണ്ട്. അവരൊക്കെ പിടുത്തം വിടുമ്പോൾ ഗൾഫ് പോകാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഇപ്പോൾ ഗൾഫ് പോകാനുള്ള ഓപ്ഷൻ കുറഞ്ഞു വരിക. നമ്മൾ ഇത് കാരണം മലയാളികൾക്ക് ഗൾഫിലും പണിയെടുക്കാൻ പറ്റില്ല, ഇവിടെയും ഒന്നും പണിയെടുക്കാൻ പറ്റില്ല. ഈ രൂപത്തിലാണ് മലയാളികളുടെ മൈൻഡായി മാറുന്നത്. അപ്പം നിങ്ങൾ റെസ്റ്റോറൻറ്റ് തുടങ്ങാൻ ഉദ്ദേശിക്കുന്ന ആളാണെങ്കിൽ, റെസ്റ്റോറൻറ്റ് നല്ല ഫീൽഡാണ്, ഏറ്റവും കൂടുതൽ ബിസിനസ് നടക്കുന്ന ഇൻഡസ്ട്രിയാണ് ഈ ഫുഡ് ഇൻഡസ്ട്രി, ഒക്കെയാണ്. നിങ്ങൾ വില കുറച്ച് വിറ്റ് കസ്റ്റമറെ കൂട്ടി പിന്നെ വില കൂട്ടാനാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നതെങ്കിൽ നടക്കാത്ത കാര്യമാണ്. വില കുറച്ച് കിട്ടുന്ന കസ്റ്റമർ വില കുറച്ച് കിട്ടുന്നിടത്തേ പോവും. ഭൂരിഭാഗം കസ്റ്റമറും വില കുറച്ച് കൂടിയാലും അത്യാവശ്യം ക്വാളിറ്റി ഉള്ള ഫുഡ് കിട്ടുകയാണെങ്കിൽ അതാണ്. നിങ്ങൾ വില കുറച്ച് വിൽക്കുന്ന സമയത്ത് നിങ്ങൾ എന്തില്ല എന്ന് പറഞ്ഞാലും കുറേ കാര്യങ്ങൾ കോംപ്രമൈസ് ചെയ്യേണ്ടി വരും. അത് ക്വാളിറ്റിയെ ബാധിക്കും, നിങ്ങളുടെ റെപ്യൂട്ടേഷനെ ബാധിക്കും, എല്ലാം ചെയ്യും. നിങ്ങൾ കൂലി കിട്ടാൻ വേണ്ടി മാത്രം, കൂലി വെക്കാൻ വേണ്ടി മാത്രം ബിസിനസ് തുടങ്ങുന്ന ആളാണെങ്കിൽ, അതായത് ആ മണ്ടത്തരത്തിന് നിൽക്കാണ്ടിരിക്കുന്നതാണ് നല്ലത്. അങ്ങനെയാണെങ്കിൽ കൂലിപ്പണിക്ക് പോകുന്നതാണ്, ഏതെങ്കിലും ജോലിക്ക് നിൽക്കുന്നതാണ് എന്തുകൊണ്ടും സേഫ്. ഒരു ബിസിനസ് തുടങ്ങി അതിൻ്റെ സ്ട്രഗിളിങ് പീരിയഡാണ് ഒരു 2 വർഷമൊക്കെ. എന്ത് ബിസിനസ് ആണെങ്കിലും ആ 2 വർഷം കൊണ്ടൊന്നും ഈ കൂലി മാത്രം ഉദ്ദേശിച്ച് വരുന്ന ആൾക്കാർ 2 വർഷം പോലും നിൽക്കില്ല.
നിങ്ങൾ വില കുറച്ച് ഇതിങ്ങനെ നമ്മൾ കണ്ടിന്യൂ ചെയ്ത് പോവുകയാണെങ്കിൽ വില കുറച്ച് നിങ്ങൾക്ക് കച്ചവടം പിടിക്കാനാണെങ്കിൽ നിങ്ങളങ്ങനെ തുടങ്ങും. കുറച്ച് കാലം കഴിയുമ്പോഴത്തേനും അടുത്ത ആളും അങ്ങനെ തുടങ്ങും. നിങ്ങൾ വില കൂട്ടാന്ന് വെച്ചാൽ പിന്നെ നടക്കാത്ത കാര്യമാവും. കാരണം അപ്പുറത്തെ ആൾക്ക് വില കുറച്ചാണ്. ഇപ്പം നിങ്ങൾ എപ്പോഴെങ്കിലും വില നോർമൽ റേറ്റിലേക്ക് മാർക്കറ്റിലുള്ള റേറ്റിലേക്ക് മാറ്റിയാൽ ഈ വരുന്ന ആൾക്കാർ പറയും ആടെ വില കൂട്ടി, ആടെ വില കൂടുന്നില്ലാന്ന് പറയും. അപ്പം ബിസിനസ് ക്വാളിറ്റി കൂട്ടിയിട്ടും സർവീസ് നന്നാക്കിയും ആംബിയൻസൊക്കെ കുറച്ചുകൂടി മെച്ചപ്പെടുത്തിയും അങ്ങനെ പലരുമായിട്ട് കോമ്പറ്റേറ്റ് ചെയ്ത് ആണ് ബിസിനസ്സിൽ കോമ്പറ്റീഷൻ അങ്ങനെയാണ്. അല്ലാതെ വില കുറച്ച് വിറ്റ് നമുക്ക് നഷ്ടം പറ്റിയിട്ടുള്ള. അതുകൊണ്ട് ബിസിനസ്സിൽ ഒരിക്കലും വിജയിക്കാനുള്ള ഒരു സാധ്യതയില്ലെന്നാണ് എൻ്റെ അഭിപ്രായം. മാത്രമാണ് ഇതൊക്കെ. നിങ്ങളെ കമൻറ്റുകൾ താഴെ പറയാം. ഇതിനെക്കുറിച്ച് കൂടുതൽ ഡീപ്പായിട്ടുള്ള വീഡിയോ ആണെന്നുണ്ടെങ്കിൽ കമൻറ്റ് നോക്കിയിട്ട് ഓക്കെ ആണെങ്കിൽ ഞാൻ വേറെ വീഡിയോ ചെയ്യാം. ഓക്കെ, നമസ്കാരം.